കഥയെ ആരംഭിക്കുന്നത് സാംസൺ എന്ന മധ്യവയസ്കനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്നയാൾ ഒരു നൈറ്റ് ക്ലബിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. പുറത്തതൊരു നൈറ്റ് ക്ലബ്ബാണെങ്കിലും അകത്ത് മനുഷ്യക്കടത്തടക്കം പല ഇടപാടുകളും നടക്കുന്നുണ്ട്. അവിടെ വിക്ടർ എന്നൊരു പയ്യനെ കച്ചവടത്തിനായി അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിക്ടറിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാണ് സാംസൺ അങ്ങോട്ടേക്ക് കയറി ചെന്നത്. സാംസന് പക്ഷേ മറ്റു ചില ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. വിക്ടറിന് വേണ്ടി വളരെ വലിയൊരു തുക തന്നെ അവിടുത്തെ ബോസിന് മുമ്പിൽ സാംസൺ പറഞ്ഞു. ബോസും അത് കേട്ട് വലിയ ഇൻട്രസ്റ്റിലായി. അങ്ങനെ വിക്ടർ സാംസന്റെ മുമ്പിലേക്ക് എത്തിക്കപ്പെടുകയാണ്. പിന്നാലെ സാംസൺ കുറച്ച് പണമെടുത്ത് ടേബിളിലേക്ക് വെക്കാനെന്ന മട്ടിൽ പോയി. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ മാഫിയ സംഘത്തെയും സാംസൺ ഒറ്റയ്ക്ക് നിന്ന് എതിരിടുകയാണ്. ശക്തമായ പോരാട്ടം തന്നെ നടന്നു. ആ ഒരു സമയത്താണ് ഒരു കാര്യം കൂടി വ്യക്തമായത്. സാംസൺ യാഥാർത്ഥ്യത്തിൽ ഒരു മുൻകാല സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ ആയിരുന്നു. നിലവിൽ അതെല്ലാം വിട്ട് പുറത്തു വന്ന സാംസൺ ഇൻഡിവിജ്വലായി ഇതുപോലെ ഓരോ മിഷൻസ് ഏറ്റെടുത്ത് നടത്താറുണ്ട്. വിക്ടർ എന്ന പയ്യനെ രക്ഷപ്പെടുത്താൻ വിക്ടറിന്റെ അമ്മ കൊടുത്ത മിഷനിലായിരുന്നു സാംസൺ അപ്പോൾ ഉണ്ടായിരുന്നത്. എതിരാളികളെ മുഴുവൻ അടിച്ചിട്ട ശേഷം സാംസൺ വിക്ടറിനെ അടച്ചുപൂട്ടിയിട്ട് മുറിയിലേക്ക് എത്തി. വിക്ടറിനെ രക്ഷപ്പെടുത്തി. താൻ വിക്ടറിനെ രക്ഷപ്പെടുത്താൻ വന്നയാളാണ് എന്ന് വിക്ടറിനോട് പറഞ്ഞ് കൊച്ചിനെ മനസ്സിലാക്കിയ ശേഷം കൊച്ചിനെയും കൂട്ടി സാംസൺ പുറത്തു കടക്കാൻ ആരംഭിച്ചു. തനിക്ക് രക്ഷപ്പെടാൻ ഒരു ബൈക്ക് സാംസൺ തയ്യാറാക്കി വെച്ചിരുന്നു. അങ്ങോട്ടേക്കായിരുന്നു വിക്ടറിനെയും കൂട്ടിക്കൊണ്ട് സാംസൺ എത്തിയത്. ബൈക്കിൽ അവർ രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ആ ബിൽഡിംഗിന്റെ പലവശത്തായി താൻ സ്ഥാപിച്ചിട്ടുള്ള ബോംബുകളുടെ റിമോട്ട് കൺട്രോൾ അയാൾ അമർത്തി. അതോടെ സ്ഫോടനം സംഭവിക്കുകയാണ്. നൈറ്റ് ക്ലബ്ബ് മാഫിയ സംഘത്തോടൊപ്പം മുഴുവൻ സ്ഫോടനത്തിനിരയായി ചേർന്നിരുന്നു. ആ മനുഷ്യക്കടത്ത് സംഘത്തിലെ ഏവരും തന്നെ കൊല്ലപ്പെട്ടു. തന്റെ മിഷനൊക്കെ കഴിഞ്ഞ് സാംസൺ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. പുലർച്ചെയോടെ പോലീസിലുള്ള ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ സാംസനെ തേടിയെത്തുകയാണ്. സാംസനോട് തലേ ദിവസം സാംസൺ തകർത്ത് ആ നൈറ്റ് ക്ലബ്ബിലേക്ക് എത്താൻ പോലീസുകാരൻ നിർദ്ദേശിച്ചു. സാംസൺ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ വെച്ച് സ്റ്റീവ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ സാംസനോട് ദേഷ്യപ്പെടുന്നുണ്ട്. സാംസൺ വിക്ടറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതൊക്കെ വളരെ ശരിയായ കാര്യമായിരിക്കും. പക്ഷേ സാംസൺ അറിയാതെ പറ്റിയ ചില കാര്യങ്ങൾ കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതേ നൈറ്റ് ക്ലബ്ബിൽ മാഫിയ സംഘം ബന്ദിയാക്കി വെച്ചിരുന്ന മറ്റ് നിരവധി കുട്ടികളുണ്ടായിരുന്നു. സാംസൺ ബോംബിട്ട് വിക്ടറിനെ രക്ഷപ്പെടുത്തിപ്പോയപ്പോൾ ആ കുട്ടികൾ കൂടിയാണ് മാഫിയ സംഘത്തിനൊപ്പം കൊല്ലപ്പെട്ടത്. പലർക്കും പൊള്ളലേൽക്കുകയും കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ച് മരണപ്പെടുകയും ചെയ്തു. സാംസന്റെ ശ്രദ്ധയില്ലാത്ത ചിന്തിക്കാത്ത പ്രവൃത്തിയാണ് ഇതിനു പിന്നിലെന്ന് സ്റ്റീവ് സാംസനെ കുറ്റപ്പെടുത്തി. പോലീസുകാരുടെ ജോലി ചെയ്തോളാമെന്നും സാംസൺ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇതുപോലെ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കി വെക്കരുത് എന്നും അയാൾ സാംസനോട് ദേഷ്യത്തോടെ പറയുകയും ചെയ്തു. താൻ കാരണം നിരപരാധികളായ കുട്ടികൾ മരണപ്പെട്ടത് സാംസണിൽ വലിയ ആഘാതം തന്നെ തീർത്തിരുന്നു. തന്റെ ആ ഒരു ജീവിതം തന്നെ വിട്ടുപോരാൻ സാംസൺ തീരുമാനിച്ചു. 6 മാസക്കാലം കടന്നുപോയി. സാംസൺ ഇപ്പോൾ നഗരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഇറച്ചിക്കട നടത്തി ജീവിക്കുകയാണ്. തന്റെ പഴയ തൊഴിൽ സാംസൺ അപ്പാടെ വിട്ടിരുന്നു. പക്ഷേ അന്ന് നടന്ന സംഭവത്തിന്റെ ആഘാതം സാംസനെ അപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് താൻ കാരണം പൊള്ളലേറ്റു മരിച്ച കുട്ടികളുടെ രൂപങ്ങൾ ഹാലൂസിനേഷൻ എന്ന പോലെ സാംസൺ തന്റെ മുമ്പിൽ കാണും. ആ ഒരു സമയത്തായിരുന്നു ആ നാട്ടിലേക്ക് ഒരു ഫാമിലി വന്നെത്തുന്നത്. ഫാമിലിയിലെ അച്ഛന്റെ പേര് ഫേഡൻ എന്നാണ്. അമ്മയുടെ പേര് മോണിക്ക. ഫേഡൻ ലോകമൊട്ടുക്കും അറിയപ്പെടുന്ന ഒരു MMA ഫൈറ്റർ ആയിരുന്നു. അവരുടെ ടീനേജ് മകൾ ബെക്കി ടൂറിന് വന്നിരിക്കുന്നതുകൊണ്ട് വളരെ വലിയ സന്തോഷത്തിലുമാണ്. വന്നിറങ്ങിയ പാടെ അച്ഛൻ ബക്കിയുടെ കുറെ ഫോട്ടോസ് എടുത്തു. ഇതേ സമയം അവരറിയാതെ എമില എന്ന് പേരുള്ള ലേഡി അവരുടെ ഫോട്ടോസ് പകർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ അകത്ത് സിഗ്നൽ കുറവാണ്. താൻ കുറച്ച് റേഞ്ച് കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് ബക്കി അച്ഛനടുക്കൽ ചെന്നു. അച്ഛൻ അനുവദിച്ചതോടെ ബക്കി മട്ടുപ്പാവിലേക്ക് ഇറങ്ങി. ഫേഡൻ ഇതേ സമയം MMA മാച്ച് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബക്കിയുടെ അമ്മയാണെങ്കിൽ കുളിക്കുകയുമായിരുന്നു. അങ്ങനെ പുറത്തേക്കിറങ്ങിയ ബക്കി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് എമിലിയയെ കാണുകയാണ്. അവിടെയും സിഗ്നൽ കുറവായിരുന്നു. എമിലിയ ബക്കിയോട് പറഞ്ഞു, ലോബി ഏരിയയിൽ നല്ല സിഗ്നൽ ഉണ്ട്, ഇവിടെ മൊത്തത്തിൽ സിഗ്നൽ കുറവാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ബക്കിയെ കാണാതെ ഫേഡൻ പുറത്തിറങ്ങി. ബക്കിയെ വിളിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു. പക്ഷേ മട്ടുപ്പാവിൽ ബക്കിയുടെ ലാപ്ടോപ്പ് ഉണ്ട്. ബക്കിയെ കാണുന്നില്ല. ഫേഡൻ തിരികെ ചെന്ന് ഭാര്യയോടും അവിടെ ഉണ്ടായിരുന്നവരോടുമൊക്കെ ബക്കിയെ പറ്റി തിരക്കി. ആരും കണ്ടിട്ടില്ല. ഒടുവിൽ റിസപ്ഷനിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ബക്കിയുടെ കാര്യം അവർ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ CCTVയിൽ നിന്നും വലിയ ക്ലൂ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതോടെ പാരന്റ്സ് പാനിക് ആവുകയാണ്. അവർ പോലീസ് സ്റ്റേഷനിൽ ബക്കി മിസ്സിംഗ് ആയ വിവരം റിപ്പോർട്ട് ചെയ്തു. മീഡിയയെയും വിളിച്ച് ബക്കിയുടെ മിസ്സിംഗ് കേസ് വലിയ വാർത്തയാക്കി. At a press conference
happens this morning, Faden and his MMA ഫൈറ്ററും സെലിബ്രിറ്റിയും ആയതുകൊണ്ട് തന്നെ ഫേഡൻ എളുപ്പത്തിൽ അത് സാധിച്ചിരുന്നു. ഒരു സെലിബ്രിറ്റിയുടെ മകളായതുകൊണ്ടും സംഭവം മീഡിയ ശ്രദ്ധ നേടിയതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ആക്ഷൻ എടുക്കുകയാണ്. നാടൊട്ടുക്കും അവർ ബക്കിയെ തിരയാൻ തുടങ്ങി. ഇതേസമയം തന്റെ ഇറച്ചിക്കടയിൽ വിശ്രമത്തിലായിരുന്ന സാംസൺ മീഡിയയിലൂടെ കുട്ടിയെ നഷ്ടപ്പെട്ട വിവരവും അന്വേഷിക്കുന്ന വിവരവുമൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അന്ന് സന്ധ്യയോടെ ഫേഡനും മോണിക്കയും സാംസന്റെ ഇറച്ചിക്കട അന്വേഷിച്ചെത്തി. സാംസനെ കാണുകയായിരുന്നു ലക്ഷ്യം. സാംസനോട് തങ്ങളുടെ മകളെ കണ്ടെത്താൻ അവർ സഹായം അഭ്യർത്ഥിച്ചു. അമേരിക്കൻ എംബസിയിലുള്ള ഒരു വ്യക്തിയാണ് സാംസന്റെ കാര്യം തങ്ങളോട് പറഞ്ഞതെന്നും കാണാമെന്ന് പറഞ്ഞതെന്നും അവർ സാംസനെ അറിയിച്ചു. പക്ഷേ താൻ വെറും ഒരു സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞൊഴിയാനായിരുന്നു സാംസൺ ആദ്യം ശ്രമിച്ചത്. ആ സമയമാണ് മോണിക്ക, അതായത് ഫേഡന്റെ ഭാര്യ, സാംസന്റെ കഴുത്തിനു പിറകിൽ പച്ചകുത്തിയ എംബ്ലം കണ്ടത്. അതോടെ സാംസൺ ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറാണ് എന്ന കാര്യം അവർ മനസ്സിലാക്കി. ഫേഡൻ വീണ്ടും സാംസനോട് മകളെ രക്ഷിക്കാൻ വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സാംസൺ പറഞ്ഞു, മുമ്പ് താൻ നടത്തിയ പല പ്രവൃത്തികളും എന്റെ ജീവിതത്തിൽ ട്രോമയായി അവശേഷിക്കുകയാണ്. എന്നെ കൊണ്ട് ഇനിയും ഇതുപോലൊന്നിന് സാധിക്കില്ല. അന്ന് സന്ധ്യയ്ക്ക് സാംസൺ കടപൂട്ടിയിറങ്ങാൻ നേരം സാംസന്റെ മകൻ സാംസനെ കാണാനെത്തി. അമേരിക്കൻ എംബസിയിൽ നിന്നും ഫേഡനെയും ഭാര്യയെയും സാംസന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടത് സാംസന്റെ മകനായിരുന്നു. സാംസൺ തന്നെ കൊണ്ട് പറ്റില്ല എന്ന് മകനോടും പറഞ്ഞു. പോലീസ് ഫോഴ്സ് കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്നും നിയമവാഴ്ചയിലുള്ളവർ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും 14 വയസ്സുള്ള ആ കുട്ടിയുടെ ജീവൻ അച്ഛന്റെ കയ്യിലാണെന്നും അച്ഛൻ വേണ്ടത് പ്രവർത്തിക്കണം എന്നും മകൻ വീണ്ടും സാംസനോട് അപേക്ഷിച്ചു. പക്ഷേ തനിക്ക് പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞ് തന്റെ മകന്റെ റിക്വസ്റ്റും തള്ളിക്കളഞ്ഞ് സാംസൺ മുമ്പോട്ട് നടക്കുകയാണ്. ഇതേസമയം ഫേഡനാകട്ടെ അവിടെ തെരുവിൽ നൈറ്റ് ക്ലബിലും മറ്റുമായി ആളുകളോട് തന്റെ മകളുടെ ഫോട്ടോ കാണിച്ച് അവളെ കണ്ടോ എന്ന മട്ടിൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഫേഡൻ അന്വേഷണത്തിനിടയിൽ ഒരു ബാറിലേക്ക് എത്തി. അവിടുള്ള ആളുകൾക്ക് ഫോട്ടോ കാണിച്ച് ബെക്കിയെപ്പറ്റി ചോദിക്കാൻ ആരംഭിച്ചു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ചിലർ ഫേഡനെ കളിയാക്കുകയാണ്. ഫേഡൻ മര്യാദക്ക് കുട്ടിയെ നോക്കാത്തതുകൊണ്ടാ അവള് തട്ടിക്കൊണ്ട് പോകപ്പെട്ടത് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. കുറെ നേരം അങ്ങനെ കുത്തി നോവിച്ചപ്പോ ഫേഡന്റെ നിയന്ത്രണം വിട്ടു. അവിടെ ഫേഡൻ ഒരു അടിയുണ്ടാക്കുകയാണ്. പക്ഷേ എതിരാളികൾ ആളെണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് ഫേഡന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർ വളഞ്ഞിട്ട് ഫേഡനെ മർദ്ദിക്കാൻ ആരംഭിച്ചു. പെട്ടെന്നാണത് സംഭവിച്ചത്. കറുത്ത മാസ്ക് ധരിച്ച ഒരു വ്യക്തി കടന്നു വന്നു. ഫേഡനെ സപ്പോർട്ട് ചെയ്ത് എതിരാളികളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. നല്ല രീതിയിൽ ഫൈറ്റ് നടന്നു. ഒടുവിൽ എല്ലാവരെയും ഇടിച്ചിട്ട് ഫേഡനെ രക്ഷപ്പെടുത്തി അയാൾ മാസ്ക് ഊരി. അപ്പോഴാണ് വ്യക്തമായത് അത് സാംസൺ ആയിരുന്നു. താൻ ഫേഡന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നെന്നും ഫേഡൻ ഇതുപോലെ അപകടത്തിൽപ്പെടുമെന്നും തനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് വന്നത് എന്നും സാംസൺ പറഞ്ഞു. തന്റെ ഇറച്ചിക്കടയിലേക്ക് കൊണ്ടുപോയി ഫേഡന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് സാംസൺ സംസാരിച്ചു. നിങ്ങളുടെ മകളെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. എനിക്ക് വലിയ തുകയൊന്നും വേണ്ട. പക്ഷേ എന്റെ ജോലിയിൽ മറ്റാരും ഇടപെടരുത്. നിങ്ങളടക്കം. ഞാൻ പറയുന്ന പോലെ നിങ്ങളൊക്കെ അനുസരിക്കണം. ഫേഡൻ അത് അംഗീകരിച്ചു. അധികം വൈകിയില്ല. ഒരു ഡെലിവറി പേഴ്സണെ പോലെ സാംസൺ വൈകാതെ ഒരിടത്തേക്ക് പുറപ്പെട്ടു. ലൂക്കാസ് എന്ന വ്യക്തിയുടെ ആഡംബര ഭവനത്തിലേക്കായിരുന്നു സാംസൺ കയറി ചെന്നത്. കൊറിയറുമായി വന്നതാണെന്ന മട്ടിൽ ഗേറ്റ് ഗാർഡിന്റെ അടുത്തെത്തിയ സാംസൺ അയാളെ കടന്നാക്രമിച്ച് വകവരുത്തി. മറ്റ് ഗാർഡുകൾ നോട്ടീസ് ചെയ്യാതെ CCTV റൂമിലേക്ക് കയറി ചെല്ലാൻ സാംസനായി. അവിടുണ്ടായിരുന്ന ഗാർഡിനെയും ബന്ദിയാക്കിയ ശേഷം ആരുടെയും കണ്ണിൽപ്പെടാതെ സാംസൺ ലൂക്കാസിന്റെ മുറിയിലേക്ക് ചെന്നു കയറി. ബെക്കിയെപ്പറ്റി ചോദിച്ച് സാംസൺ ലൂക്കാസിനെ ഉപദ്രവിച്ചു. പക്ഷേ തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു ലൂക്കാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൂക്കാസ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സാംസൺ അത് അറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നു സാംസൺ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതും. ലൂക്കാസിനോട് സാംസൺ കൃത്യമായി പറഞ്ഞു, ബെക്കിയെ പറ്റി അന്വേഷിച്ച് എനിക്ക് വിവരം കൈമാറണം. ഇല്ലെങ്കിൽ ഒരു വരവ് കൂടി വരേണ്ടി വരും. ഇനി എന്റെ അന്വേഷണത്തിൽ നിനക്ക് ബെക്കിയുടെ തിരോധാനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. നിന്നെ അന്ന് കൊലപ്പെടുത്തുകയും ചെയ്യും. അതും പറഞ്ഞ് സാംസൺ പുറത്തേക്കിറങ്ങി. സാംസന്റെ ഊഹം തെറ്റിയിരുന്നില്ല. യാഥാർത്ഥ്യത്തിൽ ബെക്കിയുടെ തിരോധാനത്തിന് പിന്നിൽ ലൂക്കാസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാംസൺ പോയതിനു പിന്നാലെ ലൂക്കാസ് തന്റെ വലങ്കയ്യായ ഫ്ളാറ്റിനെ വിളിച്ചു. ഫ്ളാറ്റിനോട് ബെക്കിയെ വകവരുത്തിയേക്കാൻ പറഞ്ഞു. വിവരം പുറത്ത് ലീക്കാവാതിരിക്കാൻ ഫ്ളാറ്റ് ഉടനടി അവിടുണ്ടായിരുന്ന തന്റെ ആളുകളെ തന്നെ കൊലപ്പെടുത്തി കളഞ്ഞു. ബെക്കിയെ ഭീഷണിപ്പെടുത്താനും മറ്റുമായി പെട്രോൾ കന്നാസുമെടുത്ത് അവൻ മുമ്പോട്ട് നടന്നു. അടുത്ത ദിവസം പോലീസിന് കത്തിക്കരിഞ്ഞൊരു ശവശരീരം കിട്ടുകയാണ്. ബെക്കിയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു.
അതോടെ അത് ബെക്കിയുടേതാകും എന്ന് പോലീസ് വിലയിരുത്തി. പക്ഷെ ആ മൃതദേഹം കണ്ട സാംസണ് സംശയങ്ങളുണ്ടായിരുന്നു. ബെക്കിയുടേതാണെന്ന് തനിക്ക് സംശയമുണ്ട്, DNA ടെസ്റ്റ് നടത്തി ഉറപ്പിക്കൂ എന്ന് സാംസൺ പോലീസുകാരോട് പറഞ്ഞു. അങ്ങനെ DNA ടെസ്റ്റ് നടക്കുകയാണ്. ഒടുവിൽ അത് ബെക്കിയുടേതാണ് എന്ന് ഫൈനൽ റിസൾട്ടും വന്നു. ബെക്കിയുടെ പാരന്റ്സിനെ അത് വല്ലാതെ ഞെട്ടിക്കുകയും ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്തിരുന്നു. ബെക്കിയുടെ അമ്മ മോണിക്ക വല്ലാതെ പൊട്ടിക്കരഞ്ഞു. സാംസന്റെ പ്രവൃത്തികൾ കാരണമാണ് തന്റെ മകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞ് സാംസനോട് ദേഷ്യപ്പെട്ട മോണിക്ക ഒരു ഘട്ടത്തിൽ സാംസന്റെ മുഖത്തടിക്കുക പോലും ചെയ്തു. മോണിക്കയുടെ വികാരം സാംസന് മനസ്സിലാകുമായിരുന്നു. അടുത്ത ദിവസം ഫെയ്ഡനും മോണിക്കയും അമേരിക്കയിലേക്ക് തിരികെ പോവാൻ തീരുമാനിച്ചു. ഇതേ സമയം തന്റെ പ്രവൃത്തി കാരണമാണോ ബക്കിക്ക് ഇങ്ങനെ വന്നത് എന്ന് ചിന്തിച്ച് സാംസൺ കള്ളുകുടിച്ച് കുറ്റബോധത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ലൂക്കാസ് തന്റെ കയ്യാളുകളുമായി കടന്നു വരുന്നത്. വീട്ടിൽ കയറി തന്നെ ആക്രമിച്ചതിന് സാംസന് പണി കൊടുക്കാൻ വേണ്ടിയായിരുന്നു ആ വരവ്. പിന്നെ പറയണ്ടല്ലോ, സാംസന്റെ ഇറച്ചിക്കടയിൽ വെച്ച് ശക്തമായ ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഒടുവിൽ സാംസണിന് ലൂക്കാസിന്റെ ആളുകൾക്കെതിരെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. ആ സമയത്ത് സാംസൺ ബെക്കിയുടെ ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടിൽ ഇടത് കൈയിലായിരുന്നു ബെക്കിയുടെ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നത്. കത്തിക്കരിഞ്ഞു കിട്ടിയ ശവശരീരത്തിൽ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നത് വലത് കൈയിലും. സാംസന് പെട്ടെന്ന് വീണ്ടും സംശയം തോന്നി. DNA ടെസ്റ്റ് റിപ്പോർട്ടിലടക്കം ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിലോ ബെക്കി മരണപ്പെടാൻ ഒരു സാധ്യതയുമില്ല. സംശയം കലശലായതോടെ സാംസൺ നേരെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെച്ചുപിടിച്ചു. ഫേഡനെയും മോണിക്കയെയും തടഞ്ഞു നിർത്തി തന്റെ സംശയം അവരോട് പറയാനായിരുന്നു അത്. സമയത്ത് എയർപോർട്ടിലെത്തിയ സാംസൺ അവരെ കണ്ട് തന്റെ സംശയം സൂചിപ്പിച്ചു. ഒരുപക്ഷെ ബെക്കിയുടേതെന്ന് പറയപ്പെടുന്ന മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ശത്രുക്കളുടെ പക്കത്തു നിന്നും കൈക്കൂലി മേടിച്ച് റിപ്പോർട്ട് തിരുത്തി എഴുതിയതാണെങ്കിലോ? സാംസന്റെ ചോദ്യത്തിൽ കഴമ്പുള്ളതായി ഫെയ്ഡനും ഭാര്യയ്ക്കും തോന്നുകയാണ്. അതോടെ ഫെയ്ഡനും മോണിക്കയും സാംസണും കൂടി ബെക്കിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ആ ഡോക്ടറുടെ അടുത്തേക്ക് വെച്ചുപിടിച്ചു. സാംസൺ ആ ഡോക്ടറെ ബന്ദിയാക്കി തന്റെ ഇറച്ചിക്കടയിലേക്ക് കൊണ്ടുവന്നു. ശേഷം സാംസന്റേതായ രീതിയിൽ ക്രൂരമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ദേഹം നൊന്തപ്പോ ഡോക്ടർ ഭയന്ന് തനിക്ക് കൈക്കൂലി തന്ന് തന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ആരാണ് എന്ന കാര്യം വെളിപ്പെടുത്തി. ഡോക്ടർ പറഞ്ഞത് ടാലു എന്ന വ്യക്തിയുടെ പേരായിരുന്നു. ടാലു ആകട്ടെ ആ നാട്ടിലെ, അതായത് മൊൾഡോവയിലെ ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്ററും. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്ററുടെ കീഴിൽ, അതായത് ടാലുവിന്റെ കീഴിലാണ് അവിടുത്തെ മനുഷ്യക്കടത്ത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ഡോക്ടർ മോചിപ്പിക്കപ്പെട്ടപ്പോൾ സാംസൺ എല്ലാ വിവരവും മനസ്സിലാക്കിയ കാര്യം ഡോക്ടറിൽ നിന്ന് തന്നെ സ്റ്റാലു മനസ്സിലാക്കി. സ്റ്റാലുവിന്റെ കൂടെ ആ സമയം സ്റ്റാലുവിന്റെ പ്രധാന കയ്യാളായ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. സ്റ്റാലുവിന് വേണ്ടി മനുഷ്യക്കടത്തൊക്കെ നിയന്ത്രിക്കുന്നത് അയാളാണ്. ഫ്ലാറ്റിനടുക്കൽ ഈ വിഷയം വേണ്ട പോലെ കൈകാര്യം ചെയ്തേക്ക് എന്ന് സ്റ്റാലു നിർദ്ദേശം കൊടുത്തു. ഡോക്ടർ മുഖേന സ്റ്റാലു വിവരങ്ങൾ അറിയും എന്ന് സാംസൺ മുൻകൂട്ടി കണ്ടിരുന്നു. സാംസൺ അധികം വൈകാതെ ഫേഡനെയും മോണിക്കയെയും താൻ തന്നെ തയ്യാറാക്കിയ സേഫ് ഹൗസിലേക്ക് മാറ്റി. അവിടെ തന്റെ വെപ്പൺ ബോക്സ് തുറന്ന് ആവശ്യമായ ആയുധങ്ങൾ സാംസൺ കരസ്ഥമാക്കുകയും ചെയ്തു. ഇതേ സമയം ബെക്കി എപ്പോഴും ജീവനോടുണ്ടായിരുന്നു. ശത്രുക്കളുടെ ഇടത്ത് ബെക്കി എപ്പോഴും തടവറയിലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സംഭവമുണ്ടായി. ബെക്കിയെ ബന്ദിയാക്കി വെച്ചിരുന്ന ഗാർഡുകളായിട്ടുള്ള ആളുകൾ ബെക്കിയെ തനിച്ചിരുത്തിക്കൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തുപോയി. അവിടെ ആ സമയം ഒരു ഫോണുമുണ്ട്. അതൊരു അവസരമായി കണ്ട് ബെക്കി ഉടനടി ഫോൺ എടുത്ത് തന്റെ പാരന്റ്സിനെ ഡയൽ ചെയ്തു. താൻ എവിടെയാണുള്ളത് എന്ന കാര്യമൊക്കെ അവരോട് വിശദീകരിച്ചു. തന്നെ ബന്ദിയാക്കി വെച്ചിരുന്നവരുടെ സംസാരത്തിൽ നിന്നും കേട്ടിരുന്ന ലൊക്കേഷനും മറ്റും പാരന്റ്സിന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. അവർ ഉടനടി ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ അതെല്ലാം മനുഷ്യക്കടത്ത് നടത്തുന്ന മാഫിയ സംഘത്തിന്റെ പദ്ധതികളാണ് എന്ന പാവം പാരന്റ്സോ ബെക്കിയോ മനസ്സിലാക്കിയിരുന്നില്ല. സേഫ് ഹൗസിൽ ഫേഡനെയും മോണിക്കയെയും സാംസൺ ഒളിപ്പിച്ചതുകൊണ്ട് അവരെ പുറത്തു ചാടിക്കാനുള്ള, തങ്ങളുടെ ട്രാപ്പിലേക്ക് കൊണ്ടുവരാനുള്ള മാഫിയ സംഘത്തിന്റെ കളികളായിരുന്നു അതെല്ലാം. മകളുടെ വെളിവന്നതും അവരുടനടി ആ ലൊക്കേഷനിലേക്ക് മകളെ രക്ഷപ്പെടുത്താനായി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് സാംസനെ വിളിച്ച് ആ കാര്യവും പറഞ്ഞു. വിവരങ്ങൾ കേട്ടതും അങ്ങോട്ടേക്ക് പോകരുത്, അത് ട്രാപ്പാണ് എന്ന് സാംസൺ അവരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മകളെ രക്ഷിക്കാനുള്ള പാരന്റ്സിന്റെ വ്യഗ്രതയാണല്ലോ, അവർക്കതൊന്നും ചെവികൊള്ളാൻ പറ്റില്ലായിരുന്നു. തങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സാംസണും അങ്ങോട്ടേക്ക് എത്തി തങ്ങളോട് കൂടെ ജോയിൻ ചെയ്യാമോ എന്ന് അവർ ചോദിച്ചു. സാംസൺ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും മകളെ രക്ഷിക്കാനുള്ള താല്പര്യം കാരണം അവർ ആ തീരുമാനത്തിൽ നിന്നും മാറുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഫെയ്ഡനും മോണിക്കയും ആ ലൊക്കേഷനിലേക്ക് എത്തി. പുറത്ത് ഗാർഡുകളുണ്ട്. അത് നോക്കിക്കണ്ടതും ബക്കി അവിടെ തന്നെ ഉണ്ടാകും എന്നവർ ഉറപ്പിച്ചിരുന്നു. പിന്നാലെ ഫെയ്ഡനും
മോണിക്കയും ചേർന്ന് ഗേറ്റ് കീപ്പറെ കീഴ്പ്പെടുത്തി അകത്തേക്ക് കടക്കുകയാണ്. അവരാ കോമ്പൗണ്ടിനകത്ത് കടന്നതും ഫെയ്ഡനും മോണിക്കയും ബെക്കിയെ ഒരാൾ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അവർ ആ ഭാഗത്തേക്ക് നടന്നു ചെന്നു. ആയുധങ്ങളൊക്കെയായാണ് അവരാ വഴിക്ക് പോയതെങ്കിലും വൈകാതെ അവർ വളയപ്പെട്ടു. മാഫിയ സംഘത്തിന്റെ ആളുകൾ ആയുധങ്ങളുമായി അവരെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു. അവരെ കൊല്ലപ്പെടും എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കെ അങ്ങോട്ടേക്ക് കൃത്യമായി സാംസൺ വന്നെത്തി. തോക്കുമായി എത്തിയ സാംസൺ മാഫിയ സംഘത്തിന്റെ ആളുകളെ വെടിവെച്ച് വീഴ്ത്തി. പിന്നാലെ ഗാർഡുകളുടെ പക്കൽ നിന്നും കീ കരസ്ഥമാക്കി അവർ അവിടുത്തെ വാതിൽ തുറന്നകത്ത് കിടക്കുകയാണ്. അകത്ത് ബെക്കിയുടെ വേഷം ധരിച്ച് മറ്റൊരു പെൺകുട്ടി ബന്ദിയായിട്ടുണ്ടായിരുന്നു. അവിടുള്ളത് ബെക്കിയല്ല, ബെക്കിയുടെ രൂപം ധരിച്ച് തങ്ങളെ കബളിപ്പിക്കാൻ കൊണ്ടുവന്നൊരു പെൺകുട്ടിയാണ് എന്നവർ തിരിച്ചറിഞ്ഞു. പക്ഷേ അവളെ അവിടെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ അവർ തയ്യാറായിരുന്നില്ല. ആ പെൺകുട്ടിയെ അവർ മോചിപ്പിച്ചു. പിന്നാലെ വീണ്ടും ആ ബിൽഡിംഗിൽ ബെക്കിക്കായുള്ള തിരച്ചിൽ അവർ തുടങ്ങി. മാഫിയ സംഘത്തിലെ ആളുകൾ ആയുധങ്ങളുമായി വീണ്ടും അവരെ എതിരിടാനെത്തി. ഒരു സ്മോക്ക് ബോംബ് വെച്ച് ശത്രുക്കളുടെ ശ്രദ്ധ തെറ്റിച്ച സാംസൺ അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് ശത്രുക്കളെ വെടിവെച്ച് വകവരുത്തിയിരുന്നു. ഇതെല്ലാം CCTV ദൃശ്യങ്ങളിലൂടെ ഫ്ളാറ്റ് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ വിചാരിച്ച പോലല്ല നീങ്ങുന്നത് എന്ന് കണ്ടതും കൂടുതൽ ആളുകളെ ഫ്ളാറ്റ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. വാഹനങ്ങളിലായി മാഫിയ സംഘത്തിന്റെ ആളുകൾ വന്നു തുടങ്ങി. സാംസനാകട്ടെ അത് മുൻകൂട്ടി കണ്ട് അതൊക്കെ തകർക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. റോക്കറ്റ് ലോഞ്ചർ അടക്കം ഉപയോഗിച്ച് വാഹനങ്ങളടക്കം സാംസനും ഫേഡനും മോണിക്കയും രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയും കൂടി തകർക്കുന്നുണ്ട്. തന്റെ ആളുകൾ എല്ലാവരും വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് ഫ്ളാറ്റ് മനസ്സിലാക്കി. ഒടുവിൽ ഫ്ളാറ്റ് കളിമാറ്റി കളിക്കാൻ തീരുമാനിച്ചു. മൊത്തത്തിലൊരു കോംപ്രമൈസ് പാറ്റേൺ ഫ്ളാറ്റ് ഫേഡിന് മുമ്പിൽ ഓഫർ ചെയ്തു. അവർ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയെ ഫ്ളാറ്റിന് വിട്ടുകൊടുക്കണം, പകരം ബെക്കിയെ അവർക്ക് തിരികെ നൽകും. അതിനായി താൻ പറയുന്നിടത്തേക്ക് ആ പെൺകുട്ടിയുമായി ഫേഡനും മോണിക്കയും വരണം. ഫേഡൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ബെക്കിയെ തങ്ങൾ കൊന്നുതള്ളും. ഫേഡിന് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അതും ഒരു ട്രാപ്പായിരിക്കുമോ എന്ന് സാംസൺ സംശയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡീലുമായി മുമ്പോട്ട് പോകാൻ സാംസൺ അവരോട് പറഞ്ഞു. സാംസൺ ദൂരെ നിന്ന് ഡീല് നടക്കുന്ന ഇടം ആദ്യമേ നിരീക്ഷിച്ചു. അവിടെ സ്നേപ്പേഴ്സ് അടക്കം ഗാർഡുകളെ ഫ്ളാറ്റ് നിയമിക്കുന്നത് സാംസൺ നോക്കിക്കണ്ടിരുന്നു. ഒടുവിൽ പെൺകുട്ടികളുടെ എക്സ്ചേഞ്ചിന്റെ സമയമായി. രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയുമായി മോണിക്കയും ഫെയ്ഡനും ഫ്ളാറ്റ് പറഞ്ഞ ഇടത്തേക്ക് നടന്നു. ഫ്ളാറ്റ് ഈ സമയം താൻ തയ്യാറാക്കി നിർത്തിയ ഗാർഡുകളോട് അവരെ വെടിവെച്ചു കൊന്നേക്കാൻ പറഞ്ഞു. പക്ഷേ ഫ്ളാറ്റിനറിയാത്ത ഒരു കാര്യം അപ്പോഴേക്കും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ മുഴുവൻ നിരീക്ഷിച്ചിരുന്ന സാംസൺ ഫ്ളാറ്റ് ഏർപ്പാടാക്കിയിരുന്ന ഗാർഡുകളെ മുഴുവൻ വകവരുത്തിയിരുന്നു. അധികം വൈകാതെ സാംസൺ കൊടുത്ത നിർദ്ദേശപ്രകാരം അങ്ങോട്ടേക്ക് പോലീസ് സംഘവും വന്നെത്തി. ആ ഏരിയ മുഴുവൻ സറൗണ്ട് ചെയ്തു. മാഫിയ സംഘത്തിന് രക്ഷപ്പെട്ടു പോവാൻ പറ്റാതിരിക്കാൻ പാകത്തിന് ഫ്രണ്ട് ഡോറും ബ്ലോക്ക് ചെയ്തു. ഈ സമയം എക്സ്ചേഞ്ചിനായി അങ്ങോട്ടേക്ക് വിട്ട പെൺകുട്ടി ഫ്ളാറ്റിന് മുമ്പിൽ എത്തിച്ചേർന്നിരുന്നു. സാംസൺ പറഞ്ഞ പോലെ അവൾ അതിസമർത്ഥമായി പ്രവർത്തിച്ചു. അവളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു വിട്ടിരുന്ന തോക്കെടുത്തുകൊണ്ട് തന്റെ കൺമുമ്പിലുണ്ടായിരുന്ന ഫ്ളാറ്റിനെ ഞൊടിയിടയിൽ അവൾ വെടിവെച്ചു കൊന്നു. അധികം വൈകാതെ പോലീസിന്റെ കൂടെ സഹായത്തോടെ ബെക്കിയെയും ബന്ദിയായിരുന്ന അടുത്ത കുട്ടികളെയും ഏവരും ചേർന്ന് രക്ഷപ്പെടുത്തുകയാണ്. അടുത്ത ദിവസം തന്നെ മകളുമായി ഫെയ്ഡനും മോണിക്കയും US തിരികെ പോയി. സാംസന്റെ സഹായത്തിന് അർപ്പണ ബോധത്തിന് അവർ ഒരുപാട് നന്ദി പറഞ്ഞു. അടുത്ത ദിവസം തന്റെ സംഘത്തിലെ പലരും കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് ഡിഫൻസ് മിനിസ്റ്റർ സ്റ്റെലു അടുത്തുള്ള ഒരു ചർച്ചിലേക്ക് പോയിരുന്നു. പിന്നീട് കുമ്പസരിക്കാൻ കുമ്പസാരക്കൂട്ടിലേക്ക് കയറി. പക്ഷേ അതിനകത്തുണ്ടായിരുന്നതാകട്ടെ സാംസൺ ആയിരുന്നു. സ്റ്റെലുവിനെയും കൊന്ന് സാംസൺ ആ എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിച്ചു. ആ സമയം സാംസന്റെ വാക്കുകൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ദൈവം ഒരുപക്ഷെ നിന്റെ പ്രവൃത്തികൾക്ക് നിന്നോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ക്ഷമിക്കില്ല. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.